തണ്ണീർത്തട വ്യവസ്ഥിതിയിൽ ഉൾപ്പെട്ടതും നമ്മുടെ നാട്ടിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നുമാണ് വേമ്പനാട് കായൽ. നിരവധി കാരണങ്ങൾ കൊണ്ട് ഇന്ന് വേമ്പനാട് കായൽ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുകയാണ്. കായലിന്റെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ആലപ്പുഴ കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ചേർന്ന് ഏകദിന ശില്പശാല നടത്തിയിരുന്നു. കായലിന്റെ സംരക്ഷണം അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് ശില്പശാലയിൽ അഭിപ്രായം രൂപപ്പെട്ടു. ഇതേ തുടർന്ന് പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് കായൽ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2025 ജനുവരി 18 ജില്ലയിൽ വിപുലമായ രീതിയിൽ നടപ്പിലാക്കി. ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 30 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ട ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ചേർന്ന് അരൂക്കുറ്റി, പെരുമ്പളം, പാണാവള്ളി, തൈക്കാട്ടുശ്ശേരി, ചേന്നം പള്ളിപ്പുറം, തണ്ണീർമുക്കം, മുഹമ്മ, മണ്ണഞ്ചേരി, ആര്യാട്, കൈനകരി എന്നീ പഞ്ചായത്തുകളിലെയും ആലപ്പുഴ, ചേർത്തല നഗരസഭകളിലെയും തിരഞ്ഞെടുത്ത കായൽ ഭാഗങ്ങളിലാണ് ജനുവരി 18 ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ആദ്യഘട്ട ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭയിലെ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ ശ്രീ PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ശ്രീ H സലാം MLA ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി KK ജയമ്മ അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലായി 3250 പേർ പങ്കെടുത്ത ശുചീകരണ യജ്ഞത്തിൽ ആദ്യ ദിനം 11 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വേമ്പനാട് കായലിൽ നിന്നും നീക്കിയത്. ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസിന്റെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KG രാജേശ്വരിയുടെയും നേതൃത്വത്തിൽ മുന്നേറുന്ന ഈ പദ്ധതി വേമ്പനാട് കായലിനെ പ്ലാസ്റ്റിക് മുക്തവും മാലിന്യമുക്തവും ആക്കുന്നതിനുള്ള പുതിയ കാൽവയ്പാണ്.